ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ ശിവാനിയുടെ അബോർഷൻ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. അപ്പോൾ പ്രണവ് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട് തന്നെ, ഇതിപ്പോൾ അവളെങ്ങനെ താങ്ങാനാവോ ശിവാനി, എത്ര ആശിച്ച് മോഹിച്ചു കൊണ്ട് നടന്നതാണ്, ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും, എന്തായിരിക്കും അവളുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ശിവാനി ഇന്ന് വിളിച്ചിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറി വരെ നോക്കണം കേട്ടോ, ഉള്ളിലേക്ക്. അപ്പോൾ ഡോക്ടർ തടയുന്നുണ്ട്, വേണ്ട പ്രണവേ, അവൾക്ക് ശിവാനി ഇപ്പം മയക്കത്തിലാണ്, ശിവാനിക്ക് അറിഞ്ഞിട്ടില്ല അബോർഷനായി പോയത്. ഒരു പക്ഷേ ഈ പെട്ടെന്ന് അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ മാനസിക നില വരെ തെറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളാരും പോയിട്ട് ശിവാനി കാണണ്ട എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും വീണ്ടും പ്രണവ് കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ, അവർ നോണ പറയടാ പ്രണവേ, നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രണവ് നിന്ന് കരയണേൻ്റെ ഇടയ്ക്ക് ശിവാനിയുടെ അമ്മയുണ്ടല്ലോ ഇവിടെ, ശിവാനിയുടെ അമ്മ അവസരം മുതലെടുക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ നിധീനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മതിയായില്ലേ നിനക്ക് ഇപ്പോൾ സംതൃപ്തിയായില്ലേ, നീ ആഴ്ച പോലെ എല്ലാം നടന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ശിവാനിയെ പിടിച്ച് നമ്മുടെ നീതിനെ പിടിച്ച് തള്ളണം ഉന്തണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഗൗതം ഇടപെടുന്നുണ്ട്. അപ്പോൾ പാറു ലൈനിൽ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ പാറു അവിടെ നിന്നിട്ട്, എന്താ മോളെ നിധി, എന്താ അവിടെ നടക്കണേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ നിധിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ബഹളമൊക്കെ കേട്ടിട്ട്. അപ്പോൾ വാസു പറയുന്നുണ്ട്, എടുത്ത് ഇപ്പോഴും അവളുടെ മേലെ തന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുക, അവളാണ് ഈ കുടുംബത്തിൻ്റെ നാശത്തിനൊക്കെ കാരണം, അവളെ കുറിച്ച് ആലോചിക്കണ്ട, ചാവട്ടങ്ങട് എന്ന് പറയുന്നുണ്ട് കേട്ടോ വാസു. അപ്പോൾ ഗൗതം പിടിച്ച് മാറ്റിയിട്ടും പിന്നെയും നമ്മുടെ ശിവാനിയുടെ അമ്മ പിടിച്ചിട്ട് നിധീനെ പിടിച്ച് ഉന്താണ് കേട്ടോ. എൻ്റെ പേരക്കുട്ടികളെ കൊല്ലാൻ നോക്കിയില്ലടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പിടിക്കലും ഉന്തലും ഞെക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ശിവാൻ്റെ അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഗൗതമനെ, നിൻ്റെ ഭാര്യയ്ക്ക് അസൂയം കൊണ്ട് ചെയ്തതാണ്, അവൾക്കില്ലാത്ത കുഞ്ഞ് ശിവാനിക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ അവസരം നോക്കിയിട്ട് എൻ്റെ മോളനെ അവിടെ നിന്ന് തള്ളിയിട്ടതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം അത് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പാറു ഇവിടെ ഫോണിൽ കൂടെ നിന്നിട്ട് പാറു ഗംഭീര കരച്ചിലും വിളിച്ചുള്ളൂ, ആനിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നിധി ദേഷ്യപ്പെട്ടിട്ടോ, നിങ്ങൾ വായിൽ തോന്നുന്നതൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുത്, എനിക്കറിയാം ഒരു ഗർഭിണിയുടെ ഗർഭം കളയാൻ മാത്രമുള്ള അത്ര ക്രൂരൊന്നുമല്ല ഞാൻ, എനിക്കറിയാം അതിൻ്റെ വിഷമം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, ഒരു കുഞ്ഞിനില്ലാണ്ടാക്കാൻ മാത്രം ക്രൂരൊന്നുമല്ല ഞാൻ, എൻ്റെ അമ്മ എന്നെ അങ്ങനെയൊന്നുമല്ല വളർത്തിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നിധി. ഇനി പക്ഷേ ശിവാനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഒക്കെ ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാൻ്റെ അമ്മ പറയും, നിർത്തടി നീ ഈ അക്ഷരം നീ സംസാരിക്കരുത്, നിന്നെ കൊന്നുകളയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടീനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇപ്പോൾ നല്ല പിള്ള ചമയും നീ. വീണ്ടും പ്രണവിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ശിവാൻ്റെ അമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഗർഭിണിയായപ്പോൾ മുതൽ നിൻ്റെ കണ്ണ് അവളുടെ മേലാണ്, എപ്പോഴും അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് രക്ഷപ്പെടാൻ എൻ്റെ മോള് കുറേ പോരാടി, ഇപ്പം എന്തായി, അവസാനം നീ ആഗ്രഹിച്ച് തന്നെ നീ സാധിച്ചു, എന്തിനാണ് എൻ്റെ പേരക്കുട്ടികളെ നീ ഇല്ലാണ്ടാക്കിയത്, നീ ശിവാനി ഒരുമിച്ച് വളർന്നവളല്ലടി, എന്നിട്ട് എന്താ നിനക്ക് മാത്രം ഇങ്ങനത്തെ കുനിഷ്ഠ ബുദ്ധി കിട്ടിയത് എന്ന് ചോദിക്കേണ്ട. അപ്പോഴേക്കും ഗൗതം ചൂടാവുണ്ട്, നിങ്ങളങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കയറുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. എന്നിട്ട് പറയുന്നുണ്ട്, ശിവാനീനെ തള്ളിവിട്ടതല്ല എന്ന് നിധി പറഞ്ഞതല്ലേ, പിന്നെന്താ. അപ്പോഴേക്കും പ്രണവ് ഇങ്ങനെ ദേഷ്യം മൂത്ത് നിൽക്കണം കേട്ടോ, ദേഷ്യം സങ്കടം കൂടിയിട്ട് പ്രത്യേക അവസ്ഥയിലാണ് നമ്മുടെ പ്രണവ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ശിവാനി പറയണത് നുണയെന്നാണോ നിങ്ങൾ പറയണത്, അവൾ കോണിപ്പടിയിൽ നിന്ന് വീണതാണെന്നാണോ പറയണത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിധി പറയേണ്ട, അതേ പ്രണവേ അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിധിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇടത്തി നിർത്തിക്കോ, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നല്ലപിള്ള ക്ഷമയാൻ ശ്രമിക്കണോ, രക്ഷപ്പെടാൻ നോക്കുക നിങ്ങൾ, അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവൾ എന്നെ കോണിമെന്ന് വീണമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണല്ലേ, ഏതെങ്കിലും ഗർഭിണികൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സങ്കടം വന്നിട്ട് നെഞ്ഞി പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ സന്തോഷത്തെയൊക്കെ നിങ്ങൾ ഇല്ലാണ്ടാക്കിയില്ലേ, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയണം കേട്ടോ പ്രണവ്, ദേഷ്യം സങ്കടമൊക്കെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ അവിടെ നിൽക്കണ്ടല്ലോ, ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശിവാനിയുടെ പ്ലാൻ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്, എല്ലാം അവൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവരുടെ തർക്കങ്ങളും തല്ലൂട്ടങ്ങളൊക്കെ നോക്കിയിട്ട്. വീണ്ടും പ്രണവ് സങ്കടപ്പെട്ടിട്ട് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടത്തി നിങ്ങൾക്ക് ചിലപ്പോൾ അവളോട് ദേഷ്യം ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ കുട്ടികളുടെ മേലെ ഞാൻ എന്തുമാത്രം ആശിച്ചതെന്നറിയോ, ആ കുഞ്ഞുങ്ങളുള്ളത് ഓർത്തിട്ടാണ് നിങ്ങളെന്നെ കള്ളക്കേസ് അവൾ ജയിലിൽ കുടുക്കിയിട്ടും ഞാൻ ആ ഒരൊറ്റ പേരിലാണ് അവളെ വെറുതെ വിട്ടത്, എനിക്ക് വേണ്ടിയിട്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വെറുതെ വിടായിരുന്നില്ല എടുത്തി, ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാണ്ട് എന്നോട് എന്തിനാ ചെയ്തെടുത്തി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറഞ്ഞു, ഒന്ന് നിർത്തിയ പ്രണവേ, നമ്മുടെ നിധി അങ്ങനത്തെ ആളൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമിൻ്റെ നേർക്കായി ചേട്ടൻ ഗൗതമിനോട് പറഞ്ഞു, നിങ്ങൾ നിർത്തിക്കോ, നിങ്ങൾ ഇങ്ങനത്തെ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്തിനാ വക്കാലത്ത് പറയണം, നിങ്ങൾക്ക് നാണല്ലേ. ഇതൊക്കെ കേട്ടിട്ട് പാറും വാസു നിൽക്കുന്നുണ്ട് കേട്ടോ. പാറുവിന് സങ്കടം വരുന്നുണ്ട്, നമ്മുടെ പ്രണവ് ഗൗതമിന് നിധിനെ ഇങ്ങനെ കുറ്റം പറയണത് കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ വാസു പറയണൊന്നും മിണ്ടാതിരിക്കെടുത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ആരടാ വൃത്തികെട്ട സ്ത്രീ, വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ ഞാൻ ഓടിച്ച് കൊല്ലും തന്നെ എന്ന് പറയുന്നുണ്ട് ഗൗതം. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് കൊല്ലേ, ഇനി എൻ്റെ പേരക്കുട്ടികളില്ലാണ്ടാക്കി, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു, ഇനി എൻ്റെ മരുവനും കൂടിയും കൊല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശിവാനിയുടെ അമ്മ കേട്ടോ.
എന്നിട്ട് നിധിയോട് ഗൗതമിനോട് ചോദിക്കുക എന്തിൻ്റെ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ പോയി ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രണവിനോട് ചോദിക്കുന്നുണ്ട്, പ്രണവേ നമ്മുടെ അമ്മ ലൈനിലുണ്ടോ, പാർവതി ലൈനിലുണ്ടോ, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രണവിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പാറുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ നിധി ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കുടുംബത്തിൻ്റെ അവകാശികളെ മുളയിൽ തന്നെ അവൾ നുള്ളി, നിങ്ങൾക്ക് ഇനി അവൾ മരുമകളായിട്ട് വേണോ, വന്നു കഴിഞ്ഞാൽ അവളെ അടിച്ച് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, എന്താ അങ്ങനെ പറയണേ, ഞാനിവിടെ ആകെ കുട്ടികൾ പോയ വിഷമത്തിലിരിക്കുമ്പോഴാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസു പറയുന്നുണ്ട്, നമ്മുടെ പാറുവിനോട് പറയുന്നുണ്ട് കേട്ടോ, ഇതിനൊക്കെ കാരണം നിധിയാ, ഇനി അവളെ ഇതേപോലെ ഇവിടെ നിർത്തി കഴിഞ്ഞാണ്ടല്ലോ ഇനി ശിവാനി ഗർഭിണി അവൾക്ക് തന്നെ ഇനി സംഭവിക്കും, ഇങ്ങോട്ട് ആ ഫോൺ എന്നും പറഞ്ഞിട്ട് വാസു മേടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിധി അടുത്തില്ലേ, ആ ഫോൺ സ്പീക്കറിലിട്ട് അവൾക്ക് കൊടുക്ക്, ഞാൻ അവളോട് പറഞ്ഞോളാം. അപ്പോൾ നമ്മുടെ നിധിക്ക് ഫോൺ കൊടുക്കണം കേട്ടോ. ഇതാ വസുന്ധരാമയാണ് സംസാരിക്കുകയാണ്. അപ്പം നിധി പുച്ഛത്തോടിയിട്ട് അങ്ങനെ തിരിഞ്ഞ് നിൽക്കൂട്ടെ. അപ്പോൾ റെഡി, നീ എത്ര നാളായിട്ട് ഈ പ്ലാൻ കൊണ്ട് നടക്കണു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ഇങ്ങനെ ഞെട്ടാണ്, നിൻ്റെ ഈ സ്വഭാവം ഉണ്ട്, ദുഷ്ട സ്വഭാവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഗൗതമിന് നീ കല്യാണം കഴിക്കേണ്ടതെന്ന് അതിന് എതിർത്തത്. ഇപ്പോൾ ഗൗതമിന് തിരിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായിണ്ടാവും നിൻ്റെ യഥാർത്ഥ സ്വഭാവം. ഇപ്പം നീ കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കാൻ നോക്കി, അപ്പം മുതൽ നിനക്ക് ഇവിടെ കയറാനുള്ള അവകാശമില്ലേ, ഇനി വഴിക്ക് നീ വരരുത്, ഇവിടെ ക്യാച്ചാ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചൂടാവുണ്ട് കേട്ടോ, നിങ്ങൾ അവസരം നോക്കി അവസരം മുതലാക്കി സംസാരിക്കണോ, എന്തിനാ അപ്പം നിധിനെ പുറത്താക്കേണ്ട ആവശ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്ക് വസുന്ധര മേഡം, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനല്ല പുറത്ത് പോകേണ്ട ആൾ, അവൾ ശിവാനിയാണ് പുറത്ത് പോകേണ്ടത്. അവളെക്കുറിച്ചുള്ള യഥാർത്ഥ രഹസ്യം ഞാൻ മനസ്സിലാക്കി, അത് പുറത്ത് കൊണ്ടുവരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൾ ഇങ്ങനൊരു നാടകം കോണിപ്പടിയിൽ നിന്ന് വീണതായിട്ട് നാടകം കളിച്ചത്. ശിവാൻ്റെ വയറ്റിൽ കുട്ടികളില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിട്ടാണ് നിധി. അത് അവൾ നാടകം കളിച്ചില്ലേ, അതിൻ്റെ അവസാനം വരാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്, അതും എന്നെ ബലിയാടാക്കിയിട്ട് എന്ന് പറയേണ്ടിട്ടോ. അത് പറയുമ്പോഴേക്കും നമ്മുടെ പ്രണവ് നിർത്ത്, ഇപ്പം തന്നെയല്ലേ പറഞ്ഞത് ഇരട്ട കുട്ടികൾ അബോർഷനായി പോയിന്ന് ഡോക്ടർ, എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ ശിവാനിയുടെ അമ്മ വീണ്ടും അവസരം മുതലാക്കിയിട്ട്, കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം നോക്ക്, ഇവള് എന്തൊരു ധൈര്യം നോക്ക് ഇവൾക്ക്, ഇനി ഒരു നിമിഷം ഇവൾ ഇവിടെ നിൽക്കാൻ പാടില്ല പ്രണവേ, ഇവളെ ഇങ്ങനെ വിളിച്ച് പുറത്താക്കി, ഈ ഫോൺ പിടിച്ചേ എന്നും പറഞ്ഞിട്ട് ഫോൺ പ്രണവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ നിധീനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടും, കടക്കടി പുറത്തെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോഴേക്കും ഗൗതം കയറിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് നീക്കി നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മര്യാദയ്ക്ക് പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, അമ്മ ചെയ്ത് തന്നെ ശരി, എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന കൊലപാതകയാണ് ഇവരെൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. ബഹളമൊക്കെ ഇവിടുന്ന് കേട്ടിട്ട് പാറു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ശിവാൻ്റെ അമ്മയുടെ അടുത്ത് അവളെ ഉപദ്രവിക്കരുതെന്ന്. അപ്പം ഇവിടെ വസു നമ്മുടെ പാറുവിന് ചീത്ത പറയുന്നുണ്ട്, നമ്മുടെ പ്രണവിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഗൗതം. എന്നിട്ട് അങ്ങനെ അവസാനം നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി പറയുന്നുണ്ട്, എന്നെ ഇവിടെ കൈവയ്ക്കാൻ വേണ്ടിയിട്ട്, എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആൾക്ക് ഇവിടെ അവകാശമില്ല. ഇത് എല്ലാവരും നോക്കിക്കോ, ഒരു കാര്യം ഞാൻ ഒന്നുകൂടിയും പറയാണ്, ശിവാനിക്ക് അബോർഷനാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശിവാൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് യാതൊരു ചാൻസും ഇല്ല, കാരണം അവൾ ഗർഭിണി ആയിരുന്നില്ല. ഞാൻ പറയണതാണ് സത്യം, ഇതൊക്കെ വെറും നാടകമെന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം. അതും പറഞ്ഞിട്ട് നമ്മുടെ നിധി ഇങ്ങനെ ഡോക്ടറെ തുറപ്പിച്ച് നോക്കണം കേട്ടോ, ദേഷ്യം വന്ന് നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മനസ്സിലായിരിക്കണ്ട, അയ്യോ ഇത് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ എന്നെ നോക്കണത്, പ്രശ്നമാവുമല്ലോ, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുക നല്ലത് എന്ന് പറയും കേട്ടോ. ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട്, അത് പേഷ്യൻസ് കുറേ ഉണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് വെച്ചിട്ട് തിരിഞ്ഞ് പോകാൻ നിൽക്കണം കേട്ടോ വേഗം. അപ്പം നിധി ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് യഥാർത്ഥ കളി ആരംഭിക്കാൻ പോണത്. അപ്പോൾ അധികം താമസിക്കാതെ നമ്മുടെ ശിവാനിയുടെ ഗർഭനാടകം പൊളിയാൻ പോവാണ്. അപ്പോൾ ആ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.